നമ്മുടെ വർക്ക് ബുക്കിൽ എനേബിൾ ആയിരിക്കുന്ന ടൂൾ ബാർസ് ആണ് ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ബാർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. ഇനി നമുക്ക് എക്സലിലെ ഫങ്ഷൻസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മാർക്ക് ഷീറ്റിലെ സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടോട്ടൽ കാണേണ്ട സെല്ല് ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫങ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻസേർട്ട് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. ഇവിടെ സം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ഈ ഡയലോഗ് ബോക്സ് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ്, ഇവിടെ നമ്പർ 1 എന്ന് പറയുന്ന ഈ കോളത്തിലേക്ക് നമുക്ക് സം എന്ന് പറയുന്ന ഈ ഫങ്ഷന് വേണ്ട ആർഗ്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർഗ്യുമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സം എന്ന് പറയുന്ന ഫങ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതായത് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്ന് പറയുന്ന വാല്യൂസാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനായിട്ട് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇതേപോലെ ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ C2 മുതൽ E2 വരെയാണ്. ആ സെൽ റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ സെല്ലിലുള്ള വാല്യൂസാണ് നമ്മളിവിടെ കാണുന്നത് 85, 75, 58. ഇതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫങ്ഷൻ ആർഗ്യുമെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിൻ്റെ ടോട്ടൽസ് നമ്മൾ ഈ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ ദൃശ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ടില്ല. അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അനിൽകുമാർ എന്ന് പറയുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ താഴോട്ടുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ നമ്മൾ മുമ്പ് ചെയ്ത കോളത്തിലെ മാർക്കുകളാണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഫങ്ഷൻ പഴയതുപോലെ യൂസ് ചെയ്യേണ്ട. അതിന് പകരമായിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഇതേപോലെ ഡ്രാഗ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് സം ഫങ്ഷൻ കണ്ടുപിടിച്ച പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ആവറേജിന് വേണ്ട ഫീൽഡ് നമ്മൾ എൻ്റർ ചെയ്യുക. ഇതിനുശേഷം ആവറേജ് നമുക്ക് വേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിൽ നിന്ന് ഫങ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ കിട്ടുന്ന ഇൻസേർട്ട് ഫങ്ഷൻ എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഫങ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫങ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് വേണ്ട മാർക്ക് M1, M2, M3 എന്ന് പറയുന്ന മാർക്കുകളാണ്. ഇതിന് വേണ്ട സെല്ല് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക. C2, D2, E2. മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനെ ഇതേപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സെല്ലിലെ മാർക്കുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ആവറേജ് ഇവിടെ ഓൾറെഡി തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എക്സലിൻ്റെ ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അനിൽകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആവറേജ് ഇവിടെ പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ തുടർന്നുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജുകൾ നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് എക്സലിനകത്തെ ഫങ്ഷൻസ് ഉപയോഗിച്ച് സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ സം, അതേപോലെ തന്നെ ആവറേജ് എന്നിവ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ സം എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിച്ച് ടോട്ടൽ കാണുകയും ആവറേജ് ഫങ്ഷൻ ഉപയോഗിച്ച് മാർക്കിൻ്റെ ആവറേജ് കാണുകയും ചെയ്തു.
ഇനി നമ്മൾ അടുത്തതായിട്ട് if എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് റിസൾട്ട് കാണുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് റിസൾട്ട് കാണേണ്ട സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫംഗ്ഷൻ എടുക്കുക. ഇൻസേർട്ട് ഫംഗ്ഷൻ ഡയലോഗ് ബോക്സിൽ if എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ആർഗ്യുമെന്റിൽ ഇവിടെ നമ്മൾ ലോജിക്കൽ